ഏവർക്കും സ്നേഹവന്ദനം. ഗൗതം ഖട്ടർ എന്ന ബ്ലോഗർ ഗോവയിൽ അറസ്റ്റിലായ സംഭവം ഏപ്രിൽ മാസത്തിൽ വലിയ ദേശീയ ശ്രദ്ധ നേടിയ ഒരു വിവാദ സംഭവമായിട്ട് മാറിയത് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കും. സനാതന മഹാസംഘ് എന്ന സംഘടനയുടെ സ്ഥാപകനായ ഗൗതം ഖട്ടർ എന്ന സന്യാസി ഗോവയിലെ വാസ്കോയിൽ നടന്ന ഭഗവാൻ പരശുരാം ജന്മോത്സവം എന്ന പൊതുപരിപാടി പ്രസംഗിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഈ പ്രസംഗത്തിൽ ഗോവയിലെ ക്രൈസ്തവർ ഏറെ ആദരിക്കുന്ന സെന്റ് ഫ്രാൻസിസ് സേവിയറിനെ എതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് വിവാദത്തിന്റെ മുഖ്യ കാരണമായിട്ട് പറയപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം സെന്റ് ഫ്രാൻസിസിനെ ഭീകരവാദി എന്ന് വിശേഷിപ്പിക്കുകയും പഴയ ഗോവയിലെ ബോം ജീസസ് ബെസിലിക്കയിലെ സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളെ കുറിച്ച് അപമാനകരമായിട്ടുള്ള സംസാരങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചതോടെ ഗോവയിൽ ഉടനീളം ശക്തമായ പ്രതിഷേധം ഉയരുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്നാണ് ഗോവ പോലീസ് ഗൗതം ഖട്ടർ എന്ന സന്യാസിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. പ്രധാനമായും മതവിഭാഗങ്ങൾക്കിടയിൽ വൈരാഗ്യം വളർത്തൽ സെക്ഷൻ 196, കൂടാതെ മതവികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികൾ സെക്ഷൻ 299 എന്നിവയാണ് കുറ്റങ്ങൾ. കേസിന്റെ പ്രധാന തെളിവായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോയും പൊതുജനങ്ങളിൽ നിന്നുള്ള നിരവധി പരാതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 2025 ഒക്ടോബറിൽ സമാന രീതിയിൽ നടത്തിയതായി പറയപ്പെടുന്ന പഴയ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകളും അന്വേഷണ വിധേയമാക്കിയിരിക്കുകയാണ്. പ്രസംഗത്തിന് പിന്നാലെ വലിയ ജനരോക്ഷം ഉയർന്നതോടെ ഗൗതം ഖട്ടർ എന്ന സന്യാസി ഗോവയിൽ നിന്ന് ഒളിവിൽ പോവുകയായിരുന്നു. അറസ്റ്റ് ഒഴിവാക്കുന്നതിനായിട്ട് അദ്ദേഹം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മാറി മാറി താമസിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനെ തുടർന്ന് ഗോവ പോലീസ് അദ്ദേഹത്തിനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. അതേസമയം പ്രസംഗത്തിന്റെ തയ്യാറെടുപ്പിലും അതിന് സഹായകമായിട്ടുള്ള പ്രചരണത്തിലും പങ്കുണ്ടെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ സഹോദരനായ മാധവ് ഖട്ടറെ ഹരിദ്വാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിലൂടെയാണ് സന്യാസിയായിരിക്കുന്ന ഖട്ടർ ഹിമാചൽ പ്രദേശിലെ കുളുവിലുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ഒടുവിൽ ഏപ്രിൽ 24 കുളുവിൽ വെച്ച് ഖട്ടറിനെ അറസ്റ്റിലാകുകയും തുടർന്ന് ട്രാൻസിസ്റ്റ് റിമാൻഡിലൂടെ ഗോവയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ വിവാദത്തിൽ മറ്റൊരു പ്രധാന ഘടകം ഖട്ടർ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച ഗോവൻ ഇൻക്വിസിഷൻ എന്ന ചരിത്ര വിഷയമാണ്. 1560 പോർച്ചുഗീസ് ഭരണകാലത്ത് ആരംഭിച്ച ഗോവ ഇൻക്വിസിഷൻ കത്തോലിക്ക വിശ്വാസത്തിന്റെ ശുദ്ധി നിലനിർത്തുന്നതിനായി സ്ഥാപിച്ച മതകോടതിയായിരുന്നു. മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ഗോവൻ ഇൻക്വിസിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ചില ചരിത്രകാരന്മാർ ഇത് പീഡനങ്ങൾക്കും നിർബന്ധിത മതപരിവർത്തനങ്ങൾക്കും വഴിവെച്ചു എന്ന് അഭിപ്രായപ്പെടുമ്പോൾ മറ്റു ചില ആളുകൾ ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ച് വ്യത്യസ്ത വിലയിരുത്തലുകൾ നൽകുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിസ് സേവിയർ പോർച്ചുഗീസ് രാജാവിനോട് ഇൻക്വിസിഷൻ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട കത്ത് എഴുതിയതായിട്ട് ചില ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഖട്ടർ തന്റെ വാദത്തിന് ആധാരമായി ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഇന്ത്യയിൽ ചരിത്രപരമായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല, അതൊരു നിയമവിരുദ്ധവുമല്ല. എന്നാൽ അതിനെ അവതരിപ്പിക്കുന്ന രീതി പ്രകോപനപരമോ അപമാനകരമോ ആണെങ്കിൽ അത് നിയമപ്രശ്നങ്ങളിലേക്ക് വഴി നയിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. നമ്മുടെ കേരളത്തിലും ചില ചങ്ങാതിമാര് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അധികം താമസിക്കാതെ അവരുടെ സംസാരങ്ങൾക്കൊരു നിയന്ത്രണമൊക്കെ ആവശ്യമായിട്ട് വരും. ഈ സംഭവത്തിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ വിവാദങ്ങളും ഉയർന്നു കേൾക്കുന്നു. ഖട്ടർ പ്രസംഗിച്ച വേദിയിൽ ഗോവ ഗതാഗത മന്ത്രി മൗവിൻ ഗോഡിഞ്ഞോ, MLA മാരായ സങ്കൽപ് അമോങ്കർ, ദാജി സാൽക്കർ തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായിരുന്നു. അത് കൂടുതൽ വിമർശനങ്ങൾക്ക്, സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രസംഗം നടക്കുമ്പോൾ അത് തടയാൻ ഇവർ ശ്രമിച്ചില്ലെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അത് തടഞ്ഞിരുന്നെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്ന് പിന്നീട് വിശദീകരണവുമായിട്ട് മന്ത്രി രംഗത്തെത്തുകയും ചെയ്തു. അപ്പൊ ഇതോടൊപ്പം കത്തോലിക്ക സഭയും അതുപോലെ തന്നെ വിവിധ ക്രൈസ്തവ സംഘടനകളും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. മർഗോവോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മെഴുകുതിരി പ്രകടനങ്ങളും
പൊതുയോഗങ്ങളും നടന്നു. പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായിട്ട് രംഗത്തെത്തി. കൂടാതെ വിദേശത്തുള്ള ഗോവൻ പ്രവാസികൾ, പ്രത്യേകിച്ച് UK-യിലും മറ്റുള്ള ഗോവൻ പ്രവാസികൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ശ്രദ്ധ നേടുകയും ചെയ്തു. ഗൗതം ഖട്ടർ കേസിന്റെ പ്രധാന സാരം ചരിത്രപരമായ ചർച്ചകളിലല്ല, മറിച്ച് അവ അവതരിപ്പിച്ച രീതിയിലാണ്. ഗോവൻ ഇൻക്വിസിഷൻ പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് നിയമപരമായിട്ട് അനുവദനീയമാണ്. എന്നാൽ മതപരമായ വ്യക്തികളെയും വിശ്വാസങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസംഗം പൊതുസമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കുമ്പോൾ അത് നിയമപരമായ നടപടികൾക്ക് കാരണമാകും. അതിനാൽ ഈ കേസ് ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പരിധിയെക്കുറിച്ചുള്ള ഒരു പ്രധാന ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തും ആ രീതിയിൽ ഇതിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. കേസ് ഇപ്പോഴും അന്വേഷണം തുടരുന്ന ഘട്ടത്തിലാണ്. അന്തിമ വിധി കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. അദ്ദേഹത്തെ റിമാൻഡിലാക്കിയിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്ക് ഏത് വിശ്വാസത്തെയും ഏത് മതത്തെയും മതാചാര്യന്മാരെയും ഒക്കെ വിമർശിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതൊക്കെ പങ്കുവെക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. അതൊക്കെ കുട്ടികൾ അറിയണം, വരുന്ന തലമുറകൾ അറിയണം. എന്നാൽ അത് പൊതുസമൂഹത്തിൽ ആ വിശ്വാസങ്ങളെ പിന്തുടരുന്നവരെ അവഹേളിക്കുന്ന വിധത്തിലും തീരെ മോശപ്പെടുത്തുന്ന രീതിയിലും മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലും ആകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇരുന്ന് ചീത്തവിളി നടത്തുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കേസ് വന്നതിന് ശേഷം ഒരു ഇരവാദം ഉന്നയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശരിയായ വിധത്തിൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായി സ്നേഹത്തോടെ സംസാരിക്കുക. അതാണല്ലോ നമ്മുടെ സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ആളുകൾക്ക് കേൾക്കുവാനും ഏറ്റവും നല്ലത്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ഒരു പറ്റം ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ചില ആളുകള് വളരെ ഹീനമായ രീതിയിൽ മതങ്ങളെയും മത നേതാക്കന്മാരെയൊക്കെ മോശപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കാറുണ്ട്. അത് തെറ്റാണ് എന്നുള്ളത് ഈ ഗൗതം ഖട്ടറിന്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായ രീതിയിൽ ചരിത്ര വസ്തുതകളെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള വേദിയുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും ചർച്ചകൾ കൊണ്ടും പൊതുജന അഭിപ്രായങ്ങൾ രൂപീകരിച്ചുമൊക്കെയാണ് നമുക്ക് പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കുക. മറ്റുള്ളവരുടെ മനസ്സിനെ ഇടിമിപ്പിച്ചതുകൊണ്ടോ മറ്റുള്ളവരെ ചീത്ത വിളിച്ചുകൊണ്ടോ അപഹസിച്ചുകൊണ്ടോ ഒരു കാര്യവും നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. എല്ലാവരും ഇത് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.